Ju, good morning. I love you too. ഹായ് ഗുഡ് മോർണിംഗ്. അപ്പം നമ്മൾ വെക്കേഷനൊക്കെ കഴിഞ്ഞ് തിരിച്ച് നാട്ടിലെത്തിയേക്കുവാണ്. ഒരു മാസത്തെ ഒരു ഗ്യാപ്പ് കഴിഞ്ഞിട്ട് തെച്ചുകുട്ടീൻ്റെ രാവിലെ എൻ്റെ അച്ചായിയാണ് കേട്ടോ പല്ല് ഏൽപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, എൻ്റെ അച്ഛൻ. അപ്പം ഞങ്ങൾ നാട്ടിൽ വന്നപ്പോഴേക്കും നമ്മുടെ പാവലൊക്കെ നിറച്ച് പാവയ്ക്കൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഫ്രഷ് പാവയ്ക്കയും കുറച്ച് മുരിങ്ങയിലേക്ക് ഞാൻ പറിച്ചെടുത്തു. തിരുവനന്തപുരത്ത് കുറച്ച് മഴയൊക്കെ പെയ്തതുകൊണ്ട് എല്ലാം ഒന്ന് പച്ച പിടിച്ചിട്ടുണ്ട്, പക്ഷേ ചൂടിനൊരു കുറവുമില്ല കേട്ടോ. അപ്പോൾ ഇന്ന് പാവയ്ക്ക തോരനും അതുപോലെ തന്നെ മുരിങ്ങയിലയും പരിപ്പും കറിയും വെക്കാമെന്ന് ഓർത്തു. എല്ലാം ഓർഗാനിക് ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഒരുപാട് പണിയുണ്ട്. ഒരു മാസത്തെ അവധി കഴിഞ്ഞിട്ട് വന്നേക്കുന്നതല്ലേ, അപ്പം നിറച്ച് ക്ലീൻ ചെയ്യാനുണ്ട്, തുണി വാഷ് ചെയ്യാനുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ആദ്യം കുക്കിംഗ് കഴിഞ്ഞിട്ടാവാന്ന് ഓർത്തു. എനിക്കാണെങ്കിൽ പിന്നെ ഹോസ്പിറ്റലിൽ പോകണമായിരുന്നു. അപ്പോൾ ബാക്ക് വശമൊക്കെ ഫുൾ ഇലയെല്ലാം വീണ് കിടക്കുകയാണ് കേട്ടോ, മഴയൊക്കെ പെയ്തിട്ട്. ഒരു മാസമായല്ലോ അടിച്ചിട്ട്. ഒരു മാസമല്ല, ഞങ്ങളൊന്ന് പുറത്തെ ഇൻ്റർനാഷണൽ ട്രിപ്പ് കഴിഞ്ഞ് വന്ന് ഒരു ദിവസം ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഞാനൊന്ന് ക്ലീൻ ചെയ്തിട്ടതാണ്. അത് കഴിഞ്ഞിട്ടാണ് നാട്ടിലേക്ക് പോയത്. അപ്പോൾ രാവിലെ അവർ രണ്ടുപേരും കൂടെ എൻ്റെ അച്ഛൻ്റെ കൂടെ പുറത്തേക്കൂടെ നടന്ന് കളിക്കുവാണ്. അച്ചായി രാവിലെ തന്നെ പുല്ല് വെട്ടാനും പുല്ല് പറിക്കാനൊക്കെ ഇറങ്ങി കേട്ടോ. അപ്പോൾ അവരും അതും ഇതൊക്കെ വെട്ടലും മാന്തലും ഒക്കെ ആയിട്ട് നടപ്പുണ്ട്. ഞാൻ എൻ്റെ പണിയിൽ കോൺസെൻട്രേറ്റ് ചെയ്തേക്കുമായിരുന്നു. അപ്പോൾ തെച്ചിക്കുട്ടൻ ചേട്ടൻ്റെ കത്തി വേണമെന്ന് പറഞ്ഞ് വരുന്നതാണ് കേട്ടോ. അത് ചേട്ടനാണെങ്കിൽ എൻ്റെ അച്ഛനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് തൂമ്പ എടുത്തുകൊണ്ട് കൊടുക്കുന്നു, അത് ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഉച്ചയായപ്പോഴേക്കും ഹോസ്പിറ്റലിലേക്ക് പോയി, ഞാൻ ഹസ്ബൻഡും കൂടെ. ആയുർവേദ ഡോക്ടറെയാണ് ഞാനിപ്പോൾ കാണുന്നത് കേട്ടോ. അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ പിന്നീട് പറയാവേ. അപ്പോൾ ഇതൊരു കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ. എവിടെയാണെന്നൊക്കെ ഞാൻ പിന്നീട് പറയാം, അതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും കാണിക്കാത്തത്. അപ്പോൾ അവിടെ ചെന്ന് ഡോക്ടറെ കണ്ടു, മെഡിസിനൊക്കെ വാങ്ങിച്ചു. ഇപ്പോൾ ഞാനൊരു 2 മാസത്തോളമായിട്ട് ഈ ഒരു ഡോക്ടറുടെ ഈ മെഡിസിൻ്റെ ട്രീറ്റ്മെൻറ്റിലാണ് ഉള്ളത് കേട്ടോ. അപ്പോൾ തിരിച്ച് വീട്ടിലെത്തി കഴിഞ്ഞപ്പം എൻ്റെ അച്ഛനാണ് കേട്ടോ ഇവർക്ക് ഓളിനോള്. അപ്പോൾ അച്ചായി തലമുടി വെട്ടി കൊടുക്കുവാണ്. തെച്ചുകുട്ടൻ മുടി വെട്ടാനിപ്പോൾ സമ്മതിക്കുകയില്ല കേട്ടോ. അവളുടെ തലയിരിക്കണമായിരുന്നു മുടിയായിട്ട്. എന്നിട്ട് ഒരു വിധത്തിൽ പറഞ്ഞതേ കത്രിക വെച്ച് കണ്ടിച്ചിട്ടേക്കുന്നതാണ് കേട്ടോ. എന്ത് മുടിയാന്ന് നോക്കി പോയേക്കുന്നത്, അത്രയും മുടി ഉണ്ടായിരുന്നു. ഒന്ന് മുട്ടയിടിക്കാന്ന് ഞങ്ങൾ മാർച്ച് ആദ്യം തൊട്ട് പറയുന്നത്, ഈ ചൂടത്ത് കുഞ്ഞിന് മുടി വേണ്ടാന്ന്. എന്ത് ചെയ്തോ സമ്മതിക്കില്ല, അവൾ കാറി പൊളിക്കും. 5-6 പ്രാവശ്യം ഞങ്ങൾ സലൂണിൽ കൊണ്ടുപോയി, ഒരു തരത്തിലും വെട്ടിക്കില്ല. എന്നിട്ട് ആ ചായ വീട്ടിലിരുന്ന് വെട്ടിയതാണ്. സോഫയിലും തറയിലും എല്ലാം ചാടി. ഞാനോർത്ത് സാരമില്ല, എങ്ങനെയെങ്കിലും ഒന്ന് വെട്ടിയെടുത്തോട്ടെ, നമുക്കത് വാക്കും ചെയ്തോ അടിച്ചു വാരിയോ ഒക്കെ ക്ലീൻ ചെയ്യാമല്ലോ എന്ന് ഓർത്തെ. അപ്പോൾ അങ്ങനെ ചേട്ടനും അനിയത്തിയും കൂടെ കളിക്കുന്നതിൻ്റെ ഇടയ്ക്കുള്ള സീനാണ് കേട്ടോ ചേട്ടൻ ഇതൊക്കെ വെച്ച് കൊടുത്തേക്കുന്നത്. അപ്പോൾ അങ്ങനെ അവരുടെ പരിപാടികളൊക്കെ കഴിഞ്ഞു. വൈകുന്നേരം ഞാൻ ഓർത്തു എനിക്കൊരു സെൽഫ് കെയറിൻ്റെ ആവശ്യമുണ്ട്, കുറച്ച് ഒരു സെൽഫ് ലവ് ആയിക്കോട്ടെ എന്ന് ഓർത്ത് ഞാനൊന്ന് സലൂണിൽ പോവാണ്. അപ്പോൾ ഉണ്ണിനെയും കൂട്ടിയാണ് പോകുന്നത്. ദച്ചുവിനെ അച്ചായിനെ ഏൽപ്പിച്ചു. എന്നിട്ട് ഞാൻ പോയി. ഒരു കാം ആൻഡ് ക്വയറ്റായിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു കേട്ടോ ഇത്. ഒരു സലൂണ് നാലാജിറുള്ള ചിപ്പീസ് ബ്രൈഡൽ സലൂൺ എന്ന് പറഞ്ഞിട്ട് അവിടെയാണ് കേട്ടോ പോയത്. അപ്പം ഞാൻ പോയിട്ട് ആദ്യം ചെയ്തതെന്ന് പറഞ്ഞാൽ ഒരു ഫുഡ് മസാജ്, അതായത് പെഡിക്യൂറാണ് ചെയ്തത്. എനിക്ക് അത്യാവശ്യമായിരുന്നു പെഡിക്യൂർ. പിന്നെ അപ്പോൾ പെഡിക്യൂർ ചെയ്യുന്ന സമയത്തെന്ന് പറഞ്ഞാൽ അവർ ഇരുത്തേക്കുന്ന ചെയറിൽ മസാജിങ്ങും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ, ബാക്ക്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഭയങ്കര കംഫർട്ടബിളായിരുന്നു. പീരീഡ്സ് ആവാറായിരിക്കും, ഭയങ്കര നടുവേദനയൊക്കെ ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഭയങ്കര റിലാക്സിങ് ആയിട്ടുള്ള ഒരു പ്രൊസീജിയറായിരുന്നു. നമ്മുടെ കാലൊക്കെ ആരെങ്കിലും ഒന്ന് ക്ലീൻ ചെയ്ത് തരിക എന്ന് പറഞ്ഞാൽ. പിന്നെ അത് കഴിഞ്ഞ് ഞാനൊരു സ്പായും കൂടെ ചെയ്തു. ഇത് രണ്ടുമാണ് ഞാൻ അവിടെ നിന്ന് ചെയ്തത്. അത് കഴിഞ്ഞ് ഇറങ്ങുമ്പോഴേക്കും 6:30-7 മണി ആവാറായി കേട്ടോ. ഞാൻ വീട്ടിലെത്തുമ്പോഴേക്കും 6:45. വെച്ചു അച്ചായും കൂടെ ബോറടിച്ചിരിക്കുമായിരുന്നു. അവളെ എൻ്റെ അച്ഛനും അമ്മയും ഉള്ളപ്പോഴാണ് എനിക്കിങ്ങനെ ഇട്ടിട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഇന്ന് ഇവിടെ ഉള്ളൂ അച്ഛനിവിടെ, അതുകൊണ്ടാണ് ഞാൻ വേഗം തന്നെ എല്ലാം തീർത്തത് കേട്ടോ. ഞങ്ങളെ കൊണ്ടുവിടാൻ വേണ്ടി വന്നതാണ് ഞങ്ങളുടെ കൂടെ. അപ്പോൾ ഉണ്ണി ഇങ്ങനെ എൻ്റെ കൂടെ പാർലറിൽ കൂടെ ആടിപ്പാടി നടക്കുകയാണ്. അത്രയേ ഉള്ളൂ നമ്മുടെ ഈ വിശേഷം.